കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മഞ്ഞപ്പിത്ത വ്യാപനം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, ക്യാമ്പസിലേക്കുള്ള സന്ദർശകർ എന്നിവരോട് ജാഗ്രത പുലർത്തണമെന്ന് സർവകലാശാല നിർദ്ദേശം നൽകി. അതേസമയം ക്യാമ്പസിലെ എല്ലാ അന്തേവാസികളോടും അടിയന്തര മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും സർവകലാശാല അറിയിച്ചു. വിവരങ്ങളുമായി സോണൽ ചേരുന്നുണ്ട്. സോണൽ, എങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് തിരിച്ചറിഞ്ഞത്? കൂടുതൽ ആളുകൾക്ക് വന്ന് പരിശോധന നടത്തിയതാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂചനകൾ പ്രകാരമാണോ? എന്താണ് ഇത്തരമൊരു സർക്കുലർ ഇറക്കുന്നതിലേക്ക് സർവകലാശാലയെ നയിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. 4 മരണങ്ങളാണ് ജില്ലയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് വീണ്ടും കാലിക്കറ്റ് സർവകലാശാലയിലും ഇത്തരം ലക്ഷണങ്ങൾ വിദ്യാർത്ഥികളിൽ കാണുകയും തുടർന്ന് ടെസ്റ്റുകൾ നടത്തി അതിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും ചെയ്ത്. ഇതേ തുടർന്നാണ് ക്യാമ്പസിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർക്കുലർ സർവകലാശാല ഇറക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, അതുപോലെ തന്നെ ക്യാമ്പസിലേക്ക്, അതായത് സർവകലാശാലയിലേക്ക് എത്തുന്ന സന്ദർശകർ ഉൾപ്പെടെയുള്ളവർ ഈ മഞ്ഞപ്പിത്തത്തിന്റെ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു അസുഖം വെള്ളത്തിലൂടെയും മറ്റുമാണ് പടരുന്നത്. അതുകൊണ്ട് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പ്രധാനമായി സർവകലാശാല പറയുന്നത്. ഹോസ്റ്റലേഴ്സ് ഉള്ളതാണ്. നമുക്കറിയാം, വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന 2 ഹോസ്റ്റലുകൾ ക്യാമ്പസിലുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ജാഗ്രതയാണ് വേണ്ടത്, ഭയമല്ല എന്നുള്ള കാര്യം കൂടി പ്രധാനമായി സർവകലാശാല ഉന്നയിക്കുന്നുണ്ട്. കാരണം ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തെ തരണം ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉമേഷ്.